നമസ്കാരം കൂട്ടുകാരെ, രുദ്ര PSCയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ജിയോഗ്രഫിയിലെ നദികളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫാക്ട്സും ഒന്ന് ഓടിച്ച് വായിക്കാം. 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദികളായി കണക്കാക്കുന്നത്. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ മീഡിയം നദികളാണ് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇവയുടെ നീളമെന്ന് പരിശോധിക്കാം. പെരിയാർ 244 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പമ്പ 176 കിലോമീറ്റർ, ചാലിയാർ 169. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇനി പെരിയാറിനെ കുറിച്ച് നോക്കാം. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്, 244 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ, വെറും 16 കിലോമീറ്ററാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി, 19 കിലോമീറ്ററാണ്. ഓർത്ത് വയ്ക്കുക, കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി, 19 കിലോമീറ്റർ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ, 17 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയാണ് അയിരൂർ പുഴ. അതുപോലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും കൂടെയാണ് അയിരൂർ പുഴ. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന നദി ഏതാണ്? മുല്ലയാർ. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. പെരിയാർ നദി മംഗലംപുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലമാണ് ആലുവ. പെരിയാർ നദി മംഗലംപുഴ, മാർത്താണ്ഡൻ പുഴ എന്നീ രണ്ടായി പിരിയുന്ന സ്ഥലം ഏതാണ്? ആലുവ. മംഗലംപുഴ പതിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കി, എറണാകുളം. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. പെരിയാറിൻ്റെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. പെരിയാറിൻ്റെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായലും അതുപോലെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിലുമാണ്. പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതമാണ് തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും. ഏതൊക്കെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതവും തേക്കടി വന്യജീവി സങ്കേതവും പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയായിരുന്നു? ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. ഇനി കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് പെരിയാറിലെ. അതായത് ജലസ്രോതസ്സുകൾ സമ്പന്നമാക്കുന്നതിനുള്ള നദീതട മാനേജ്മെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണേത്? പെരിയാർ. ഓക്കെ, ജലസ്രോതസ്സുകൾ സമ്പന്നമാക്കുന്നതിനുള്ള നദീതട മാനേജ്മെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ്. മലയാറ്റൂർ പള്ളി, ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം, ആലുവ അദ്വൈതാശ്രമം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരമൊക്കെ ഏതാണ്? പെരിയാറാണ്. മുൻകാലങ്ങളിൽ പെരിയാർ അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ എന്നാണ്. പെരിയാറിലെ 1924 കൊല്ലവർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് 99 വെള്ളപ്പൊക്കം എന്നാണ്. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണേത്? കൊടുങ്ങല്ലൂർ അഥവാ മൂസിരിസ് തുറമുഖം. ഇനി റൂം ഫോർ റിവർ എന്താണെന്ന് നോക്കാം. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് റൂം ഫോർ റിവർ. നെതർലാൻഡിൽ നടപ്പിലാക്കിയൊരു പദ്ധതിയായിരുന്നു ഇത്.
ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ അതായത് നദികളുടെ ആഴം വർദ്ധിപ്പിച്ച് നദികളുടെ സുഗമമായ ഒഴുക്കിനുള്ള തടസ്സങ്ങൾ നീക്കി പ്രളയസാധ്യത കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം, അതായത് റൂം ഫോർ റിവർ. ഇനി അടുത്തതായി നമുക്ക് ഭാരതപ്പുഴയെക്കുറിച്ച് നോക്കാം. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം. ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടി പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഏതൊക്കെയാണ്? കണ്ണാടി, തൂത, ഗായത്രി, കൽപ്പാത്തി. ഇങ്ങനെ ഓർമ്മിക്കാം നമുക്ക്. ഭാരതപ്പുഴയിൽ അപ്പോൾ ഭരതൻ കണ്ണാടി നോക്കി തൂത്തപ്പോൾ ഗായത്രി കല്ലിൽ തട്ടി വീണു. ഭരതനെ കാണാൻ കണ്ണാടിയിൽ നോക്കി തൂത്തപ്പോൾ ഗായത്രി കല്ലിൽ പതിച്ചു എന്നോ അങ്ങനെയൊക്കെ ഓർമ്മിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് എക്സാമിന് കിട്ടണം, അത്രയേ ഉള്ളൂ. അതിനായിട്ട് ഏതെങ്കിലും രീതിയിൽ സ്വന്തമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഒരു കോഡ് കണക്ഷൻ ചിലപ്പോൾ ഓർമ്മിക്കണമെന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു മൻസൂർ അലി സാറിനെ പോലെ ഗ്രേറ്റ് ആയിട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ള സാറിൻ്റെ കോഡൊക്കെ എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന കോഡാണ് സാറിൻ്റെയൊക്കെ. അതുപോലെയുള്ള കോഡ്സ് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. ഇനി നോക്കാം. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. കഥാകാരൻ വാസുദേവൻ നായർ. അതുപോലെ നിളയുടെ കവി എന്ന് പറയുമ്പോൾ കവി P കുഞ്ഞിരാമൻ നായർ. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. കവി പാടുന്നത് പോലെ തോന്നില്ല. അപ്പോൾ കവി P കുഞ്ഞിരാമൻ നായർ. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണേത്? മായന്നൂർ. തൃശ്ശൂർ ജില്ലയിലെ മായന്നൂരിൽ വെച്ച് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയിൽ ചേരുന്നു. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണേത്? കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലമാണ് പൊന്നാനി. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടമാണ് ഭാരതപ്പുഴയുടെ നദീതടം. അതുപോലെ ഒത്തിരി മഹാന്മാരുടെ ചിതാഭസ്മം അവിടെ നിമജ്ജനം ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങിയവരുടെ. ഇനി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമാണേത്? തിരുനാവായ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പ്രസിദ്ധമായ രചനയാണ് നാരായണീയം. മിനി പമ്പ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറന്നുവല്ലേ? മിനി പമ്പ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നിള വിജ്ഞാന കേന്ദ്രം. ഏതാണ്? നിള വിജ്ഞാന കേന്ദ്രം. ഇനി ഭാരതപ്പുഴയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. കേരളത്തിലെ നൈലൻ നദി എന്നറിയപ്പെടുന്നു. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു. നിള എന്നറിയപ്പെടുന്നു. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്നു. മാമാങ്കം നടത്തിയിരുന്ന നദീതീരമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ്. അതുപോലെ തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സൈലന്റ് വാലി. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഭാരതപ്പുഴ. തൂതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് കുന്തിപ്പുഴ. ഏതാണ്? കുന്തിപ്പുഴ. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയാണ്. തൂത്തുവാരുമ്പോൾ, അതായത് നമ്മൾ അടിച്ചു വാരുക, തൂത്തുവാരുക ചെയ്യുമ്പോൾ സാധാരണ എന്താണ്? ഭയങ്കര സൗണ്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പുഴയുള്ളതുകൊണ്ട് തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? സൈലന്റ് വാലി. സൈലൻ്റ് ആണ്. അതിൻ്റെ പ്രധാന പോഷക നദിയാണ് കുന്തിപ്പുഴ. പാത്രക്കടവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുന്തിപ്പുഴയിലാണ്. കുന്തിപ്പുഴ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ച നദിയും കുന്തിപ്പുഴയാണ്. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയാണ്. മീൻവല്ലം പദ്ധതി എവിടെയാണ്? തൂതപ്പുഴയിലാണ്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയിലാണ്. അതുപോലെ മീൻവല്ലം പദ്ധതി തൂതപ്പുഴയിലാണ്. ഇങ്ങനെ ഓർമ്മിച്ചാൽ തൂത്ത് വാരുമ്പോൾ വല്ലം നിറയെ മീൻ കിട്ടിയെന്ന് ഓർമ്മിച്ചാൽ മതി. ഇനി അടുത്തത് പമ്പാനദി. പമ്പാനദി ഉത്ഭവിക്കുന്ന പുളിച്ചിമലയിൽ നിന്നാണ്. ഇടുക്കിയിലെ പീരുമേട് പീഠഭൂമിയിൽ. പമ്പയുടെ ദാനമാണ് കുട്ടനാട്. പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻ, കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ. പമ്പയുടെ വേണമെങ്കിൽ ഇങ്ങനെ ഓർമ്മിക്കാം. പമ്പയുടെ പ്രധാന പോഷക നദികൾ മണി കെട്ടാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ
കക്കയുമായി കല്ല് പെറുക്ക് വേണ്ടി പോയി, അങ്ങനെയൊക്കെ ഓർമ്മിക്കാം. അതായത് അച്ഛൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ. അത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യൂ കേട്ടോ. ഞാൻ എൻ്റെ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ. ഇങ്ങനെ ഓർമ്മിക്കാം. മണിയൻ അച്ഛൻ്റെ കൂടെ കഴുതയെ പോലെ കല്ലിൽ ചവിട്ടി കക്ക വെറുക്കാൻ പോയി, അങ്ങനെ ഓർമ്മിക്കാം. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. ഇതുപോലെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ നദികൾ ഒഴുകുന്ന ജില്ലകൾ അപൂർവമായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം ഏതാണ്? പെരുന്തേനരുവി. ഏതാണ്? പെരുന്തേനരുവിയാണ് പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണിത്. പെരുന്തേനരുവി, പത്തനംതിട്ട ജില്ല. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡിയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന ദക്ഷിണ ഭാഗീരഥിയാണ്. ചവരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ്. മരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരമാണ്. ശബരിമല, എടത്വപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ്. വേദകാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശിലകൾ കൊണ്ട് ശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ തീരമാണിത്. പമ്പ. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്തത് അച്ഛൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വീയപുരം. ഏതാണ്? വീയപുരം. അച്ഛൻ കോവിൽ എന്ന് പറയുമ്പോൾ കുറച്ചൊരു എടുപ്പുള്ള ആളാണ്, അതുകൊണ്ട് ഭയങ്കര വീരമുള്ള ആളാണ്. അതുകൊണ്ട് അച്ഛൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം ഏതാണ്? വീയപുരം. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഇത്, അച്ഛൻ കോവിലാർ. പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? വെമ്പനാട്ട് കായലിൽ. എവിടെയാണ്? വെമ്പനാട്ട് കായലിൽ.